കർത്തവ്യകർമ്മത്തിന് മുന്നിൽ ഫലസിദ്ധിയെയോ ഫലത്തിൻ്റെ അസിദ്ധിയെയോ ചിന്തിക്കേണ്ടതില്ല. കർത്തവ്യരൂപത്തിൽ അർജുനൻ്റെ തലയിൽ യുദ്ധം വന്നു വീണിരിക്കുന്നു. അപ്പോൾ അതിന്മേൽ ജയപരാജയങ്ങൾ നോക്കുന്നത് വിഫലമാണ്. അദൃഷ്ടാർത്ഥകർമ്മം സാംഗസമ്പാദിതമാകയാൽ ഫലം അവശ്യം ഭാവിയാണ്. സാംഗങ്ങളോടുകൂടി സംഭാവിതമാകൊണ്ട് ഫലം അവശ്യം ഭാവിയാണ്. മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം സാഖ്യയോഗമാണ്. മഹാഭാരത യുദ്ധക്കളത്തിൽ വിഷാദിയായി നിന്ന അർജുനന് 2 പ്രകൃഷ്ട ശ്ലോകങ്ങളിൽ ഭഗവാൻ സൂത്രരൂപത്തിൽ മഹത്തായ സന്ദേശം നൽകി. സംശയാലുവായിത്തീർന്ന അർജുനന് തൻ്റെ സൂത്രരൂപേണയുള്ള ശ്ലോകത്തിന് ഭഗവാൻ തന്നെ ഭാഷ്യം ചമച്ചു വരികയാണ്. അതിൽ എന്താണ് കർമ്മയോഗം എന്ന് കാണിക്കുന്ന 48-ാം ശ്ലോകം 2-ാം അധ്യായത്തിലെ യോഗസ്ഥ കുരു കർമാണി സംഗം തെക്ത്വാ ധനഞ്ജയ സിദ്ധി അസിദ്ധ്യോർ സമോഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ. ഇതാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. സിദ്ധിയിലും അസിദ്ധിയിലും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഏതെല്ലാം പ്രകാരത്തിൽ കർത്തവ്യത കൊണ്ട് പ്രാപ്തമായാൽ അതിനെ ഏതെല്ലാം പ്രകാരത്തിൽ സമ്പന്നമാക്കാൻ കഴിയും. ഇവിടെ പ്രശ്നം ഇത്രയും കൊണ്ട് സമാപ്തമാവുന്നില്ല. അങ്ങേയറ്റം ജടിലമാണ് പ്രശ്നം. ഒരിക്കലൊരാൾ അത്യുന്നതനായൊരു സന്യാസി ശ്രേഷ്ഠനോട് ചോദിച്ചു, മഹാരാജ്, എനിക്ക് നേരത്തെ തന്നെ ഈ വ്യാപാരത്തിൽ നഷ്ടമുണ്ടാകുമെന്നറിയാം. അപ്പോഴും യോഗസ്ഥനായിരുന്ന് കർമ്മം ചെയ്യണമോ? ഒരു കർഷകന് ഭൂമി കിട്ടി. ഒരു ഭൂമിയിൽ ഒരു കൃഷിയും മറ്റൊന്നിൽ 2 കൃഷിയുമുണ്ട്. രണ്ടാമത് കൃഷിയിറക്കുന്നത് വ്യർത്ഥമാണെന്ന് അയാൾക്കറിയാം. എന്നിട്ടും അയാൾ കൃഷി ഇറക്കുമോ? അനേകം ആചാര്യന്മാർ കാമ്യകർമ്മം ചെയ്യാതിരിക്കുന്നത് പ്രത്യവായ ഹേതു അല്ലെന്ന് വിചാരിക്കുന്നു. എന്നാൽ ആരംഭിച്ചു കഴിഞ്ഞാൽ കാമ്യകർമ്മവും നിത്യകർമ്മവും ഒരുപോലെയാകുന്നു. രാമാനുജാതി ആചാര്യന്മാർ ഈ സിദ്ധാന്തക്കാരാണ്. എന്നാൽ ഇതും സന്തോഷാസ്പദമായ ഉത്തരമല്ല. വ്യാപാരം തുടങ്ങിയിട്ട് അത് നിർത്തുന്നത് ഭാരിച്ചതാവുമെന്ന് അതിന് ശേഷമാണ് മനസ്സിലായത്. അതുകൊണ്ട് അതുപേക്ഷിച്ച് വേറൊന്ന് തുടങ്ങുന്നത് പാപമാകുമോ? യുദ്ധം ആരംഭിച്ചിട്ടിടയിൽ സന്ധി ചെയ്താൽ പിന്നെ ചെയ്യേണ്ടതില്ലേ? ഒരു പക്ഷത്തെ നശിപ്പിച്ചു മാത്രമേ വിശ്രമം
ഉണ്ടാവുകയുള്ളോ എന്നു വല്ല നിയമവുമുണ്ടോ? ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം കുറച്ചു കർമ്മങ്ങൾ അവശ്യം കർത്തവ്യരൂപത്തിൽ പ്രാപ്തമാണ്. കുറച്ചു കർമ്മങ്ങൾ ഐച്ഛിക രൂപത്തിലും കുറച്ചു കർമ്മങ്ങൾ ഫലരൂപത്തിലും പ്രാപ്തമാണ്. അപ്പോൾ കുറേ കർമ്മങ്ങൾ കർത്തവ്യരൂപത്തിൽ, കുറച്ച് ഇച്ഛാരൂപം ഐച്ഛിക രൂപത്തിൽ, കുറച്ച് സന്ദിഗ്ധ ഫലരൂപത്തിൽ. കർമ്മത്തെ ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. അവയിൽ കർത്തവ്യകർമ്മമാകട്ടെ, അതുകൊണ്ട് സിദ്ധി ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ചെയ്യുക തന്നെ വേണം. ഒരു മനുഷ്യൻ ജയ്പൂരിൽ നിന്ന് ഒരു ശ്രേഷ്ഠ മഹാത്മാവിൻ്റെ അടുത്തെത്തി. ഞാൻ സന്യാസിയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തോടൊപ്പം താമസിക്കുവാൻ പോകുന്നു എന്നും പറഞ്ഞു. ആ മഹാത്മാവാകട്ടെ പറഞ്ഞു, വളരെ നല്ല കാര്യമാണ്, സന്യാസം ഉത്തമമാണ്. സന്യാസയോഗാ യതയ ശുദ്ധസത്വാഹ. എന്നാൽ നിങ്ങൾ എങ്ങനെ വൈരാഗ്യം വന്നു എന്ന് പറയൂ. നിങ്ങൾക്കാരെല്ലാമുണ്ട്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് വൃദ്ധയായ ഒരമ്മയുണ്ട്, ഭാര്യയുണ്ട്, 3 കൊച്ചുകുട്ടികളുണ്ട്. മഹാത്മാവ് ചോദിച്ചു, ഇവരെയെല്ലാം ഉപേക്ഷിക്കാൻ എങ്ങനെ മനസ്സ് വന്നു? ഞാൻ എല്ലാ പ്രകാരത്തിലുമുള്ള പ്രയത്നവും ചെയ്തു തകർന്നു. ഒരിടത്തും നിൽക്കക്കള്ളിയില്ലാതായി, പണിയില്ല, കടമേറെയായി. ഞാൻ ആകെ തകർന്നെത്തിയതാണ്. എല്ലാ ഭാരവും ഒറ്റയ്ക്ക് എൻ്റെ തലയിൽ വീണിരിക്കുന്നു. മഹാത്മാവ് പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് ജോലി തേടൂ. അയാൾ പറഞ്ഞു, എനിക്ക് ഒന്നിലും സ്ഥിരതയില്ല. വീണ്ടും മഹാത്മാവ് പറഞ്ഞു, സ്നേഹിത, ഞാൻ നിശ്ചയമായും നല്ലൊരു തത്വജ്ഞാനിയാണ്. എന്നാൽ നിങ്ങളുടെ പുറകെയുള്ള 5 ജീവന്മാരുടെ വഴിയടയ്ക്കാൻ മാത്രം അധികം തത്വജ്ഞാനിയല്ല. നിങ്ങൾ ഈ സന്യാസം കൊണ്ട് ഒന്നും നേടുകയില്ല. 5 പേരുടെ ഭാരം ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് 5 പേരുടെ ശാപമുണ്ടാവും, അഭിശാപമുണ്ടാവും. ഈ കർമ്മം അവശ്യ കർത്തവ്യരൂപത്തിൽ ഉപസ്ഥിതമാണ്. അപ്പോൾ ചില കർമ്മങ്ങൾ കർത്തവ്യരൂപത്തിൽ ഉപസ്ഥിതമാണ്. ഇവിടെ സിദ്ധി അസിദ്ധിയുടെ പ്രശ്നത്തിൽ വിചാരം തന്നെ ആവശ്യമില്ല. കർത്തവ്യ കർമ്മത്തിന് മുന്നിൽ ഫലസിദ്ധിയെയോ ഫലത്തിൻ്റെ അസിദ്ധിയെയോ ചിന്തിക്കേണ്ടതില്ല. രണ്ടാമത്തത് ഐച്ഛികമാണ്. നെല്ല് വിതച്ചു കൊയ്താൽ 50,000 രൂപ ലാഭമുണ്ടാവും. ഗോതമ്പാണെങ്കിൽ 80,000 രൂപ കിട്ടും. ഇതിൽ സിദ്ധി അസിദ്ധ്യോ സമോഭൂത്വ നെല്ല് തന്നെ വിതയ്ക്കണമെന്ന് നിയമമില്ല.
ഇവിടെയാണ് ഐച്ഛിക കർമ്മങ്ങളുടെ നില. മൂന്നാമത്തത് കർത്തവ്യതയാ പ്രാപ്തമാണ്, ഫലം സന്ദിഗ്ധമാണ്. കർത്തവ്യത അതുപോലെ തീവ്രമല്ലെങ്കിൽ അതവശ്യം കർത്തവ്യമെന്ന് പറയുന്നു. അവിടെ ഇത് ശരിയാണ്. അവിടെ സന്ദിഗ്ധ ഫലമാണ്. സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ. അർജുനനെ സംബന്ധിച്ചിടത്തോളം പ്രാപ്തം യുദ്ധമായിരുന്നു. അർജുനൻ്റെ തലയിൽ യുദ്ധം വന്ന് വീണിരിക്കുന്നത് കർത്തവ്യരൂപത്തിലാണ്. കർത്തവ്യരൂപത്തിൽ അർജുനൻ്റെ തലയിൽ യുദ്ധം വന്ന് വീണിരിക്കുന്നു. അപ്പോൾ അതിന്മേൽ ജയപരാജയങ്ങൾ നോക്കുന്നത് വിഫലമാണ്. അപ്പോൾ യുദ്ധം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് ഇന്ത്യക്കാർ നേരിട്ടത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. പ്രത്യേകം താൽക്കാലികമായി കർത്തവ്യരൂപത്തിൽ വന്നതാണ്. അതിലൊക്കെ സിദ്ധിയും അസിദ്ധിയും നോക്കുന്നതിൽ കാര്യമില്ല. അതിലെല്ലാം വലിയ വലിയ വീരന്മാരുടെ ബലിദാനവുമുണ്ട്. മഹാഭാരത സ്വാതന്ത്ര്യത്തിനു വേണ്ടി സംഗ്രാമധീരന്മാരായ വീരന്മാർ അവരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ശരീരം ഭാരതമാതാവിൻ്റെ സേവയ്ക്കു വേണ്ടി സഫലമായി എന്ന് പറഞ്ഞാണ് തൂക്കുമരത്തിൽ സുസ്മിതം അവർ കരേറിയത്. ലൗകിക കർമ്മങ്ങൾക്കു വേണ്ടി ഈ സിദ്ധിയിലും അസിദ്ധിയിലും സമഭാവമാണ്. പ്രത്യക്ഷ ദൃഷ്ടഫലം നേരിട്ട് ബോധ്യപ്പെടുന്ന, കാണാവുന്ന പ്രത്യക്ഷമായ ദൃഷ്ടഫലമുള്ളിടങ്ങളിൽ ഇതാണ് കാര്യം. എന്തുകൊണ്ടെന്നാൽ വൈദിക കർമ്മങ്ങളിൽ സിദ്ധി അസിദ്ധികളുടെ സംശയമില്ല. അവിടെ സംശയിക്കുന്നത് ഉചിതവുമല്ല. അഗ്നിഹോത്രം, ജ്യോതിഷ്ഠോമാദി യജ്ഞങ്ങൾ, ഹിരണ്യരജതാദി ദാനം, ഏവം ഖൃച്ഛ്രാദി തപസ് ചെയ്യുന്നതുകൊണ്ട് ഫലസിദ്ധി ഉണ്ടാകുമോ ഉണ്ടാകാതിരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് സിദ്ധിയുണ്ടായി എന്നാലും ശരിയായില്ല എന്നതും ശരി. ഇപ്രകാരം നിശ്ചയം ചെയ്യുക, ആ നിശ്ചയത്തിൽ കർമ്മം ചെയ്യുക തുടങ്ങിയതെല്ലാം അസംഗതം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ അദൃഷ്ടാർത്ഥകർമ്മം സാംഗസമ്പാദിതമാകയാൽ ഫലം അവശ്യം ഭാവിയാണ്. സാംഗങ്ങളോടുകൂടി സംഭാവിതമാകൊണ്ട് ഫലം അവശ്യം ഭാവിയാണ്. പ്രത്യുത ശ്രുത്യുക്ത ഫലത്തിൽ സംശയമുണ്ടാകുന്നതും കൂടി ഒരു പ്രകാരത്തിലുള്ള പാപമാണ് എന്ന് തന്നെ മനുസ്മൃതികാരൻ പറയുന്നുമുണ്ട്.
ധർമ്മജിജ്ഞാസമാനാനാം പ്രമാണം പരമം ശ്രുതി. ധർമ്മജിജ്ഞാസയുള്ളവർക്ക് പരമപ്രമാണം ശ്രുതി തന്നെയാണ്. അതുകൊണ്ട് ശ്രുതിയിൽ ഫലത്തിൻ്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടെ സിദ്ധിയിലും അസിദ്ധിയിലും മമതയുടെ കാര്യം തന്നെയില്ല. ഇനി നമുക്ക് അതിൻ്റെ അവസാന പാദം നോക്കാം. സമത്വം യോഗ ഉച്യത്തെ. യോഗസ്ഥഃ കർമാണി കുരു കർമാണി. ഇവിടെ യോഗശബ്ദത്തിന് എന്താണ് അർത്ഥം? യോഗ ചിത്തവൃത്തി നിരോധ. ഈ പാതഞ്ജലയോഗം കൊണ്ട് ഇതാണ് അർത്ഥമാക്കുന്നതെങ്കിൽ ചിത്തവൃത്തി നിരോധം കൊണ്ട് കർമ്മം തന്നെ എങ്ങനെയാകും? യോഗം സമാധിയുടെ പര്യായമാണ്. അപ്പോൾ യുദ്ധത്തിനായി കയ്യിൽ ആയുധങ്ങളും ധരിച്ച് സമാധി ആർക്കുണ്ടാവും? എങ്ങനെ സമാധി ഉണ്ടാവും? അതുകൊണ്ട് യോഗശബ്ദം ശ്രദ്ധിച്ചു വ്യാഖ്യാനിക്കേണ്ടത് ആവശ്യമാണ്. മുന്നോട്ട് യോഗ കർമ്മസു കൗശലം എന്ന് മറ്റൊരു വ്യാഖ്യാനം വരുന്നുമുണ്ട്. ഇവിടെ യോഗശബ്ദത്തിന് സമത്വം എന്ന് തന്നെ അർത്ഥമാണ്. സമത്വം യോഗ ഉച്യത്തെ. ഇവിടെ യോഗത്തിൻ്റെ പരിഭാഷ ചെയ്യുന്നു. യോഗ സംനഹനോപായ ധ്യാന സംഗതിയുക്തിഷു. യോഗ സംനഹനോപായ ധ്യാന സംഗതിയുക്തിഷു ഇത്യാദി രീതികളിൽ ഭിന്ന ഭിന്ന കോശങ്ങളിൽ യോഗശബ്ദത്തിന് അനേകം അർത്ഥം കൊടുത്തിട്ടുണ്ട്. സംനഹനം എന്നാൽ കവചത്തിനു പറയുന്നതാണ്. ഉപായം സാമദാനാദികൾക്ക് പറയുന്നതാണ്. ധ്യാനം കൊണ്ട് സമാധിയെ വിവക്ഷിക്കുന്നു. സംഗതി സംയോഗത്തെ പറയുന്നു. യുക്തി പ്രസിദ്ധമാണ്. ഇപ്രകാരം അന്യകോശങ്ങളിൽ അന്യ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. യോഗായോഗത്തിൻ്റെ കാര്യമാണ് ഇപ്രകാരമുള്ള യോഗമുണ്ടായി എന്നിങ്ങനെ ലൗകിക പ്രയോഗവുമുണ്ട്. എന്നാൽ മുഖ്യ അർത്ഥം ധ്യാനയോഗം അഥവാ സമാധിസ്ഥയോഗം തന്നെയാണ്. എന്നാൽ ഈ പ്രസിദ്ധ അർത്ഥങ്ങൾ എത്രയുണ്ടോ അവിടെയൊന്നും സമത്വത്തിൻ്റെ പേര് ഒരിടത്തും വരുന്നില്ല. ഒരു കോശത്തിലും സമത്വാർത്ഥമില്ല. അപ്പോൾ ഭഗവാൻ എന്തുകൊണ്ട് പരിഭാഷ നൽകി? പരിഭാഷയെ കൂടാതെ സമസ്തഃ കുരു കർമാണി എന്നിങ്ങനെ പറയാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഭഗവാൻ സമാധിയോഗത്തിൻ്റെ മഹത്വം കുറയ്ക്കുന്നതിന് സർവത്ര യോഗശബ്ദപ്രയോഗം ചെയ്യുകയായിരുന്നുവോ? അല്ല. സമത്വത്തിൻ്റെ സമതയെ മഹിമയെ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി യോഗശബ്ദത്തിൻ്റെ പ്രയോഗം ചെയ്യുന്നു. അപ്പോൾ ഭഗവാൻ യോഗശബ്ദത്തെ പ്രയോഗിച്ചിരിക്കുന്നത് സമത്വമെന്നാണ്. അപ്പോൾ യോഗശബ്ദത്തിൻ്റെ തലത്തിൽ സമത്വപ്രയോഗം കൊണ്ട് അതിൻ്റെ മഹിമ, സമത്വത്തിൻ്റെ മഹിമ യോഗത്തിലേക്ക് ഉയർത്തി പറഞ്ഞിരിക്കുന്നു. അതാകട്ടെ സാർത്ഥകമാണ്.
സർവത്ര സാർത്ഥകമായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്. യോഗത്തിൻ്റെ അർത്ഥം ചിത്തവൃത്തി നിരോധം തന്നെയാണ്. നാം ഈ വിഷയം നേരത്തെ പറഞ്ഞു വന്നിട്ടുണ്ട്. എപ്പോൾ സിദ്ധി അസിദ്ധികളുടെ ചിന്ത വരാൻ തുടങ്ങുന്നു, അതോടെ കർമ്മത്തിൽ ഏകാഗ്രതയില്ല, കർമ്മത്തിൽ വ്യഗ്രത വരുന്നു. യോഗ ഐശ്വര്യ പ്രസക്താനാം ബുദ്ധി സമാധൗ ന വിധീയതേ. ഭോഗ ഐശ്വര്യ പ്രസക്താനാം ബുദ്ധി സമാധൗ ന വിധീയതേ. ഫലാഭിലാഷമുണ്ടായാൽ കർമ്മത്തിൽ സമാധിയുണ്ടാവില്ല. ബുദ്ധി അവ്യവസായിനി ആയിരിക്കും. ബുദ്ധി അനന്തമായിരിക്കും. അപ്പോൾ യോഗത്തിൻ്റെ അർത്ഥം ചിത്തവൃത്തി നിരോധമാണ്. എന്നാൽ സർവചിത്തവൃത്തി നിരോധമല്ല. സർവചിത്തവൃത്തി നിരോധമല്ല. യോഗസൂത്രത്തിൽ അതിന് ഭാഷ്യമെഴുതുമ്പോൾ ഭഗവാൻ വ്യാസൻ പറഞ്ഞിട്ടുണ്ട്, ഫലവിഷയക ചിത്തവൃത്തി നിരോധമുണ്ടായാൽ പകുതി വൃത്തികൾ നിരുദ്ധമായി. ഭാഷ്യകാരൻ വ്യാസൻ ചിത്തവൃത്തി നിരോധത്തെ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. എന്നിരുന്നാലും കുറച്ചു വൃത്തികൾ നിരുദ്ധമായതുകൊണ്ട് സർവത്ര യോഗശബ്ദം കൊണ്ട് വ്യവഹരിക്കാനാവില്ല. ഭോജന സമയത്ത് ഭോജനം സാദിഷ്ടമായാൽ അന്യവൃത്തികളും നിരോധമുണ്ടാവും. അപ്പോഴും അധ്യാത്മമാർഗത്തിൽ കൊണ്ടുപോകുന്ന ഇപ്രകാരമുള്ള വൃത്തി നിരോധം യോഗമാണ്. അതുകൊണ്ട് സമത്വത്തെ ഇവിടെ യോഗമെന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ സമത്വം യോഗ ഉച്യത്തെ. ചിത്തവൃത്തി നിരോധമാണ് യോഗം. അപ്പോൾ എന്താണ് കർമ്മയോഗം? ആയതിൻ്റെ രൂപമെന്താണ്? യോഗസ്ഥഃ സംഗം തെക്ത്വാ, ഹേ ധനഞ്ജയ, സംഗം തെക്ത്വാ സിദ്ധി അസിദ്ധ്യോഃ സമഃ ഭൂത്വാ യോഗസ്ഥഃ കർമാണി കുരു. ഉന്നതമായ ദർശനം സമത്വത്തിൽ അധിഷ്ഠിതമാക്കി യോഗത്തെ പാരിഭാഷികമായി നിർവചിച്ച് അവതരിപ്പിച്ച ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം നമുക്ക് പ്രണമിക്കാം.